പാലക്കയത്തെ കുടിയേറ്റം അത് 1950കളിൽ തുടങ്ങിയതാണ്. 1962ലാണ് ഇവിടെ ഇടവക ദേവാലയം വരുന്നത്. അന്നിവിടെ രൂപതയിലെ ഏറ്റവും വലിയ ദേവാലയം ഇതായിരുന്നു. ഏറ്റവും വലിയ ഇടവക സമൂഹം ഇതായിരുന്നു. ഇപ്പോൾ ഇത് 5 ഇടവകയായിട്ട് തിരിഞ്ഞു. പാലക്കയം മെയിൻ പള്ളിയും പിന്നെ വട്ടപ്പാറ, ചീനയ്ക്കപ്പാറ, വഴിക്കടവ്, നെരവ് അങ്ങനെ 5 പള്ളികളായിട്ട് തിരിഞ്ഞു. ഞാനിവിടെ വരുമ്പോൾ ഈ പള്ളിയുടെ സുവർണ ജൂബിലി കഴിഞ്ഞ് ഏതാനും വർഷങ്ങളായിരുന്നു. ഒരു ജൂബിലി ഭവനം ഇവിടെ പണിത് തീർന്നത് ഞാൻ വന്ന വർഷമാണ്. അതിനുശേഷം സീമൈ സഭയുടെ സഹായത്തോടു കൂടി 2 ഭവനങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. അതിനുവേണ്ടി സീമൈ സഭയിലെ ബ്രദേഴ്സ് ധർമാരാം സെമിനാരിയിൽ നിന്നും 40 പേര് ഇവിടെ വന്ന് ഏപ്രിൽ മാസം അവധിക്കാലത്ത് ഇവിടെ വന്ന് താമസിച്ച് ഈ 2 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ചു. അപ്പോൾ ഇടവകയിലെ യുവജനങ്ങളും അവരോട് ചേർന്നു. വിശുദ്ധ വിൻസെൻ്റ് പോൾ സൊസൈറ്റി അംഗങ്ങളും അവരോട് ചേർന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങൾ 2 വീടുകൾ പൂർത്തിയാക്കി. പിന്നീട് 2018 ജൂൺ മാസത്തിൽ ഉരുൾപൊട്ടലിൽ KCYM പ്രസിഡന്റിൻ്റെ വീട് നഷ്ടപ്പെടുകയുണ്ടായി. ആ വീട് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെയും ഇടവകകളുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി. അന്ന് ആരംഭിച്ച ഭവന നിർമ്മാണ പ്രവർത്തനം രൂപതയുടെയും അതുപോലെ മറ്റ് പല ഉപകാരികളുടെയും സഹായത്തോടു കൂടി ഞങ്ങളിപ്പോൾ 31 ഭവനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകി. ഇതിൽ ഇടവകങ്ങളുടെ വലിയ സഹകരണം, പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും വിശുദ്ധ വിൻസെൻ്റ് പോൾ സൊസൈറ്റി, ഇടവക കമ്മിറ്റി, മാതൃവേദി, AKCC എന്നിവരുടെ എല്ലാവരുടെയും വലിയ സഹായ സഹകരണങ്ങളുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഭവന നിർമ്മാണത്തിന് പ്രധാനമായും സാമ്പത്തിക സഹായം ഞങ്ങൾ കണ്ടെത്തുന്നത് സർക്കാരിൻ്റെ ഹൗസിംഗ് ബോർഡിൻ്റെ ഗൃഹശ്രീ പദ്ധതി വഴിയാണ്. 1 ലക്ഷം രൂപ ഞങ്ങൾ പള്ളിയിൽ നിന്ന് കണ്ടെത്തും വിവിധ ഉപകാരികളുടെ സഹായത്തോടു കൂടി. 1 ലക്ഷം രൂപ ആർക്കാണോ വീട് പണിത് കൊടുക്കുന്നത് അവർ അവരുടെ ഒരു ഷെയറായി നൽകണം. ഇങ്ങനെ 2 ലക്ഷം രൂപ ഞങ്ങൾ ഹൗസിംഗ് ബോർഡിലേക്ക് അടയ്ക്കുമ്പോൾ അവരത് 4 ലക്ഷം രൂപയായി ഗഡുക്കളായി നൽകും. അങ്ങനെ 500 സ്ക്വയർ ഫീറ്റുള്ള ഭവനങ്ങൾ ഇനി പണിത് പൂർത്തിയാക്കാനായിട്ടുള്ളത് 9 വീടുകൾ കൂടിയാണ്. അങ്ങനെ മൊത്തം 40 വീടുകളാണ് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 31 വീടുകളുടെ പണി പൂർത്തിയാക്കി വെഞ്ചരിച്ചു. ഇനി 9 വീടുകൾ കൂടി പൂർത്തിയാക്കുവാനായിട്ടുണ്ട്. 2018ലെയും 2019ലെയും ഉരുൾപൊട്ടൽ ഈ പാലക്കയം പ്രദേശത്തെ കാര്യമായിട്ട് ബാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ ചില പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായും താമസയോഗ്യമല്ലാതായി. അപ്പോൾ അവിടെയുള്ള വീടുകളെ മാറ്റി പാർപ്പിക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നു. ഇടവകയിലെ തന്നെ പലരും അതിനുവേണ്ടി സ്ഥലം ദാനമായി തന്നു. സാധാരണ ഇവിടെ അങ്ങനെ പ്രകൃതിക്ഷോഭം ഉണ്ടാകാറില്ല. പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതുവരെ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളതാണ് നമ്മുടെ പള്ളി. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് ഈ പ്രദേശത്തിന് ധാരാളമായിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട്
ഉരുൾപൊട്ടലുകളിൽ വീടുകളൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉരുൾപൊട്ടലിൽ ഒരു മനുഷ്യജീവൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അത് എല്ലാവരുടെയും വിശ്വാസം പാലക്കയത്ത് അമ്മ പരിശുദ്ധ കന്യകാമറിയം ഈ ദേശത്തെ പ്രത്യേകമായി ഇവിടുത്തെ മക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാലക്കയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 4 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ വീട് പണികൾ പൂർത്തിയാക്കും. പ്രധാനമായിട്ടും യുവജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. അവരുടെ ശ്രമദാനം, അതോടൊപ്പം വിശുദ്ധ വിൻസെൻ്റ് പോൾ സൊസൈറ്റി അംഗങ്ങൾ, AKCC അംഗങ്ങൾ, മാതൃവേദി അംഗങ്ങൾ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വീടുകൾക്ക് വേണ്ടി പൊതുപ്പണിയിലൂടെ സഹായിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് 4 ലക്ഷം കൊണ്ട് നമ്മൾ ടൈലിട്ട് മനോഹരമാക്കി കൊടുക്കും. ഒരു ഹാളും 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ടോയ്ലറ്റ്, ഇത്രയും സൗകര്യങ്ങളാണ് കൂടിയ ഒരു വീടാണ് നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രമദാനത്തിൽ നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങി ശ്രമദാനത്തിലാണ് ചെയ്യുക. ഫൗണ്ടേഷൻ എടുത്ത് കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെൽറ്റ് വാർക്ക നമ്മൾ ശ്രമദാനത്തിലാണ് ചെയ്യുക. അതുപോലെ ഈ കല്ലും കട്ടയും ഒക്കെ നമ്മൾ ചുമന്നുകൊണ്ട് എത്തിക്കണം. അത് മുഴുവൻ ശ്രമദാനത്തിലൂടെ ചെയ്യും. പിന്നെ ഓരോ വീടിൻ്റെയും ലിൻഡൽ വാർക്കയും പ്രധാനപ്പെട്ട വാർക്കയും പലകയടിച്ച് കമ്പി കെട്ടിക്കഴിഞ്ഞാൽ വാർക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ഈ ശ്രമദാനത്തിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൂടെ ഞങ്ങൾക്ക് വലിയൊരു തുക ചെലവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ 500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ കൊണ്ട് തീർക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇലക്ട്രിക്കൽ പണികളൊക്കെ അത് നമ്മൾ സ്കിൽഡ് ലേബേഴ്സിനെ ഏൽപ്പിക്കും. ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ അവരെ ഏൽപ്പിക്കും. പൊതുവായിട്ട് മാനുവൽ വർക്കുകളാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടുത്തെ കൈക്കാരനാണ്. എത്ര കാലമായി കൈക്കാരനായിട്ട്? ഇപ്പോൾ 1 വർഷമായിട്ട്. ഇവിടെ നാട്ടിലായിട്ട് ഞങ്ങള് ഇവിടുത്തെ സ്റ്റേഷൻ പള്ളിയുണ്ട് വട്ടപ്പാറ, സെന്റ് ബെർണഡീത്തെ ചർച്ച് വട്ടപ്പാറ. അപ്പോൾ അവിടെ ആയിരുന്നു. അവിടെ നമുക്ക് കഴിഞ്ഞ 2018 പ്രളയക്കെടുതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാരെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഇവിടെ വീടുകളൊക്കെ വെച്ച് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു വീടും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഇടവാംഗമായി നിൽക്കുന്നത്. അപ്പോൾ അന്ന് കൈക്കാരനായി അങ്ങനെ പോവുകയാണ്. എത്ര കാലമായി നമ്മൾ പള്ളി പണിതിട്ട്? എത്ര കൊല്ലം? ഏകദേശം ഞങ്ങൾ ജൂബിലി വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 25 വർഷം തേക്കേണ്ട ഒരു ജൂബിലിയുടെ നിറവിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര കുടുംബക്കാരുണ്ട് മൊത്തത്തിൽ? ഏകദേശം നമുക്ക് 170ഓളം കുടുംബക്കാരുണ്ട് ഇപ്പൊ നിലവിൽ. 170. കൂടുതലും കൃഷിക്കാരാണോ? എല്ലാവരും സാധാ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കുടിയേറ്റക്കാരാണോ കൂടുതൽ? എല്ലാവരും കുടിയേറ്റക്കാർ. എല്ലാവരും കുടിയേറ്റക്കാരാണ്. കുടിയേറ്റക്കാർ. കൂടുതലും കൃഷി അതും പുറത്തേക്ക് പോകുന്നവരാണ് കൂടുതൽ? ഇല്ല, ചെറുപ്പക്കാർ മാത്രമാണ് പുറത്ത് എന്തെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. കാർന്നവന്മാരെല്ലാരും തന്നെ കൃഷിയുമായി ആശ്രയിച്ച് അവർ ഇവിടെ തന്നെ ജീവിക്കുന്നവരാണ്. എത്തരത്തിലുള്ള കൃഷികൾ അവിടെ കൂടുതൽ? ഇവിടെ മെയിനായിട്ട് റബ്ബർ, കവുങ്ങ്, തെങ്ങ്, ജാതി, അങ്ങനെ എല്ലാവിധ കൃഷികളും തന്നെ ഉണ്ട്. കുരുമുളകാണെങ്കിലും കുരുമുളകൊക്കെ എല്ലാം ദ്രുതവാട്ടം വന്ന് നശിച്ചു പോയി. തെങ്ങിനും കവുങ്ങിനും ഇപ്പം മഞ്ഞളിപ്പ്, മണ്ടരിയുള്ള പ്രശ്നങ്ങൾ വന്ന് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇടവകങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയും അവരുടെ ഇതൊക്കെ എങ്ങനെ? സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ആവറേജ് ജനങ്ങളാണ്. ഒരു ഹൈ ക്ലാസ് ഫാമിലിയോ അല്ലെങ്കിൽ ജനങ്ങൾ പരസ്പരം ആ ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പരസ്പരം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാവരും ഒരുത്തൻ്റെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കാൻ സന്നദ്ധരാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കും. അത് എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ മലയോര ഏരിയ ആണല്ലോ, ഇവിടെ മേഖലകളാണല്ലോ. അപ്പൊ ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ മൂന്നാം തോടെന്ന് പറഞ്ഞ് നിങ്ങൾ കയറി വന്നപ്പോൾ ഒരു ചെറിയ പാലം കണ്ടിട്ടുണ്ട്.
മഴക്കാലത്ത് നമുക്ക് അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് പാലത്തിൻ്റെ മുകളിൽ വെള്ളമായി കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തിരിച്ചു വരാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ പുഴയ്ക്ക് വെള്ളമായിരിക്കും, അവിടെ നിൽക്കണം. ചിലപ്പോൾ രാവിലെ എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ വെള്ളമായിരിക്കും. ഒരു കഴിഞ്ഞ ഈ സീസണിൽ ഒരു 4-5 ദിവസം കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പാലത്തിൻ്റെ മുകളിൽ കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതേപോലെ മഴയാണ്, നിർത്താതെയുള്ള മഴയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്ത് നേരിടുന്ന ഒരു പ്രധാന ഒരു വെല്ലുവിളിയാണ്. പോവാൻ വേറെ വല്ല വഴികളൊന്നും ഇല്ല, ഇല്ല. നമ്മളെ ആകെ ആശ്രയം ഇതാണ്. ആ ഒരു പാലാണ്. ആ ഒരു പാലം മഴയില്ലെങ്കിൽ നമുക്ക് പോകാം. മഴക്കാലത്ത് നമ്മളെ എപ്പോഴും ചതിക്കുന്ന ഒരു പാലം. സ്കൂളുകളൊക്കെ ഈ ഏരിയയിലുണ്ട്, അതൊക്കെ അപ്പുറത്ത് ഇല്ല, നമുക്ക് പാലക്കയത്ത് ഹൈസ്കൂൾ വരെയുണ്ട്. ഹൈസ്കൂൾ അത് UP വരെ എയ്ഡഡ് ആയിട്ടുള്ളൂ. ഹൈസ്കൂൾ അൺഎയ്ഡഡ് ആണ്. പിന്നെ ഹയർ സെക്കൻഡറി, പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനെല്ലാം പുറത്തേക്ക് പോകണം. മണ്ണാർക്കാട്, കാഞ്ഞിരപ്പുഴ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് പോകണം. കോളേജ് വിദ്യാഭ്യാസം പാലക്കാട്, മണ്ണാർക്കാടൊക്കെ ആയിട്ടാണ് ആശ്രയിക്കുന്നത്. ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ? ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട് പാലക്കയത്തായിട്ട്. അല്ലാതെ നമുക്ക് കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, മണ്ണാർക്കാട്, പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകേണ്ടി വരും. പിന്നെ നമുക്ക് പാലക്കയത്തിൻ്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് പ്രളയവും മറ്റ് മഴക്കെടുതികളൊക്കെ മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നീടാണ് അങ്ങോട്ട് ചീനിക്കപ്പാറ ഇടവകയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള, അല്ലെങ്കിൽ വീടുകൾ നഷ്ടപ്പെട്ട, വീടുകളില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ടോണി കോഴിപ്പാടനച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ കൂടി, ഇടവകക്കാർ കൂടി വീടുകൾ പണിത് കൊടുക്കുകയും മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു ആ പ്രളയത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ. പാലക്കയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെപ്പറ്റി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും വളരെ നല്ല സഹായ മനസ്കതയുള്ള ഒരു നാട്ടുകാർ തന്നെയാണ് പാലക്കയം ആളുകളെന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിനും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് പാലക്കയം പ്രദേശത്തുള്ള ആളുകളെന്ന് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തന്നെയാണ് പണ്ട് കാലത്ത് ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്. ഇത് 2020 പണിത വീടുകളാണിത്. അതിനു മുമ്പ് 2019 ഒരു 8 വീട് ആദ്യം പള്ളിയിൽ പണിതായിരുന്നു. ഇടവകയിൽ ടോണി നേതൃത്വത്തിൽ പണി തുടങ്ങി. അതിനുശേഷം 2019 ഒരു 18 വീടുകൾ വീണ്ടും ചെയ്തു. അതിനുശേഷം അങ്ങനെ ഒരു 34 വീടുകളും ഇപ്പോൾ പണിതു. 34ാമത്തെ വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക, ഒറ്റയായിട്ട് സിംഗിളായിട്ടും. ആക്ച്വലി എന്ത് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ വർഷം മഴക്കാലം വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇടവകയിലെ വീടുകൾ ഇങ്ങനെയൊക്കെ സന്ദർശിച്ചപ്പോൾ ഒരുപാട് പേര് മലയിൽ കയറി ബുദ്ധിമുട്ടുന്നതും, അപ്പം അവരെ കുറച്ച് താഴേക്ക് വേറെ മുകളിൽ നിന്ന് പള്ളിയിൽ വന്ന് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നി. അച്ഛൻ നമുക്ക് കുറച്ച് പേരെ നമ്മുടെ താഴേക്ക് ഇറക്കി താമസിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഈ 8 വീടിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ ആ അച്ഛനെ അങ്ങനെ ഇടവക കയറിയപ്പോൾ അങ്ങനെ തോന്നി, ഒരു പ്രേരണ ഉണ്ടായി, അങ്ങനെ ചെയ്തു. അതിന് വേണ്ടി അച്ഛൻ തന്നെ മുന്നിട്ട് പ്രവർത്തിച്ചു. സാമ്പത്തികം മുഴുവൻ അച്ഛൻ തന്നെ കൊണ്ടുവന്നു. ഇടവക്കാരോ ബാക്കിയുള്ള ആരോടും ഒരു സാമ്പത്തിക സഹായവും ഇല്ലാതെ അച്ഛൻ്റെ വ്യക്തിപരമായ ഇടപെടലിൽ കൂടെ തന്നെ ഞങ്ങൾ കുറച്ച് പേര് അതിൻ്റെ അകത്തൊരു ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി നിന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ചെയ്തത് അച്ഛനാണ്. ഇപ്പോൾ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ. വീണ്ടും 2020 വട്ടപ്പാറ വലിയ ഉരുൾപൊട്ടലുണ്ടായി. അതേ തുടർന്ന് വീണ്ടും ഒരു 18 വീടുകളുടെ വഴി വീണ്ടും അവിടെയുള്ള കുറേ പേര് മാറി താമസിക്കേണ്ട സ്ഥിതി വന്നു. അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അച്ഛന് വീണ്ടും അതൊരു പ്രേരണ ഉണ്ടായി, അവരെയും കൂടെ അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ വട്ടപ്പാറ ഉള്ള ആൾക്കാരെയും കുറച്ച് ഇവിടെയുള്ള വട്ടപ്പാറ വേറെ ഇടവകയാണ്, ആ ആൾക്കാരെയും ഇവരെയും എല്ലാം കൂടെ കൂട്ടി ഇവിടെ കുറച്ച് വീടുകൾ കൂടെ 18 വീട് വീണ്ടും രണ്ടാമത് പണിത് കൊടുത്തു. അച്ഛൻ തന്നെ, ടോണി അച്ഛൻ തന്നെ കണ്ടെത്തിയ, അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും അതുകൊണ്ട് മാത്രം കണ്ടെത്തിയ കുറേ കാര്യങ്ങളാണ്. അതായത് ഇടവകയെ സംബന്ധിച്ച് ഇതേപോലെ സാമ്പത്തികമുള്ള ആൾക്കാർ വളരെ കുറവാണ്, ചുരുക്കം കുറേ ഉള്ളൂ. പക്ഷേ എല്ലാ വീടുകൾക്കും തന്നെ ഇതിൻ്റെ അകത്ത് പണം കണ്ടെത്തി സ്ഥലം മേടിച്ച് തന്നെ ചെയ്ത് 2-3 വീടുകൾക്ക് മാത്രമേ ആൾക്കാർ സഹായമായിട്ട് സ്ഥലം കൊടുത്തിട്ടുള്ളൂ. ഈ സ്ഥലമൊക്കെ വില കൊടുത്ത് മേടിച്ചു. ഈ ഭാഗത്ത് എത്ര വീടുണ്ട്? ഈ ഭാഗത്ത് നമ്മൾ പണിതിരിക്കുന്ന ഒരു 3 വീട്, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ ഒരു 3 വീടുണ്ട്. പിന്നെ കുണ്ടംപട്ടി ഭാഗത്ത് ഒക്കെ ആയിട്ട് ചീനിക്കപ്പാറ ഇടവകയിൽ 33ഓളം വീടുകൾ ഉണ്ട്. 33ാമത്തെ വീട് പണിതുകൊണ്ടിരിക്കുന്നു.
ഇവിടെ ഈ സൈഡിലേക്ക് റോഡൊന്നും ഇല്ല, വണ്ടിയൊന്നും പോവില്ല അപ്പോൾ? ഈ സൈഡിൽ കുണ്ടംപട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണിത്. നമുക്ക് ഈ താഴത്തെ കൂടെ കിട്ടും, സ്ഥലം പറ്റില്ല. ഇവിടെ എങ്ങനെ വെള്ളം കയറാറുണ്ടോ? ഇവിടെ ഏകദേശം ഈ പാലത്തിന്റെ ഒപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് അല്ലേ? സംഭവിക്കാറുണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്ക് വീടുകളിലേക്കൊക്കെ വെള്ളം ഈ കയറും? ഭാഗത്തേക്ക് വീടുകളിലേക്ക് വെള്ളം കയറില്ല, പുഴ ആയതുകൊണ്ട് നേരെ പോയിക്കോളും, ഒഴുകി അങ്ങനെ പോകുന്നു. താഴത്തേക്ക് ഇറക്കായതുകൊണ്ട് ഒഴുകി ദിശ മാറി പോക്കൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ല. ഉരുൾപൊട്ടലൊക്കെ ഈ ഏരിയ ഉണ്ടോ? ഉരുൾപൊട്ടലോ മലയിടിച്ചോ? ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ ഇത് ചിനിക്കപ്പാറ ഇടവകയുടെ ഭാഗം വട്ടപ്പാറ പ്രദേശത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുക, ഒത്തിരി വീടുകൾക്ക് കേട് സംഭവിക്കുക വന്നിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വീടുകളൊക്കെ പണിയുന്നത് അല്ലേ? അങ്ങനെയാണ് ചിനിക്കപ്പാറയിലേക്ക് അവർ കുറേ പേരെ മാറ്റേണ്ടതായിട്ട് വന്നത്. എന്തോരം ചിലവ് വന്നിട്ടുണ്ട് ഈ വീടൊക്കെ പണിയൊക്കെ? ഒരു വീടിന് എത്രയൊക്കെ വരുന്നുണ്ട്? ഒരു വീടിന് ഏകദേശം ഒരു 8 ലക്ഷം രൂപ ഒക്കെ ചിലവ് വരുന്നുണ്ട്. 8 ലക്ഷം രൂപ വരുന്നുണ്ട്. അത് അധികം സ്ഥലം മേടിച്ചും ഒക്കെ ആയിട്ട് പണിയേണ്ടി വന്നു. കുറച്ച് വീടുകൾക്ക് സ്ഥലം സ്പോൺസറായിട്ട് ഇടവക്കാർ സ്ഥലം കൊടുത്തു, തരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ പൈസ കണ്ടെത്തുന്ന സ്രോതസ്സൊക്കെ എങ്ങനെയായിരുന്നു? പൈസ കണ്ടെത്തുന്നത് ഇങ്ങനെ പിരിക്കുന്നതാണോ അതോ അച്ഛൻ്റെ സുഹൃത്തുക്കള്, അച്ഛൻ്റെ ബന്ധങ്ങള് ഉപയോഗിച്ച് ഇതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റായി പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ. ഇവിടെ ഈ ഭാഗത്തോ? ഇതാണ്. ഇതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ കെട്ടാനുണ്ട്. ഇവിടെ കെട്ടി ഒന്നുകൂടെ നിരപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ എടുത്ത് പണി ആരംഭിക്കും. മഴ കാരണമാണ്, അല്ലെങ്കിൽ ഇത് കുറേ കൂടെ മുന്നേ ഏകദേശം പണികൾ തീർന്നു പോയേനെ. ആ വീട് നമ്മൾ പണിത വീടാണ്. അതിൻ്റെ അപ്പുറത്ത് 2 വീടുകൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പണിത് തീർക്കുക. എത്ര സെന്റ് ഉണ്ട് ഒരു വീടിന്? ഇപ്പോൾ ഇവിടെ എത്ര സെന്റ് വീതാ? ഇത് 5 സെന്റ്. ഇത് 5 സെന്റ്. ഓരോ വീടിന് 5 സെന്റ് തന്നെയാ? 5 സെന്റിന്റെ ഉണ്ട്, 4 സെന്റ് ഉണ്ട്, 7 സെന്റിന്റെ ഒക്കെ ഓരോ പ്ലോട്ട് അനുസരിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ട് ഒരു വീടിന്? വീട് ഇപ്പൊ നമ്മൾ ആദ്യമേ ചെയ്തത് 570 ആയിരുന്നു. 570 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അതിൽ പറഞ്ഞ 2 ബെഡ്റൂം, ഒരു ഹാള്, ബാത്റൂം, കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്. ഇപ്പൊ രണ്ടാം ഘട്ടം നമ്മൾ 18 വീട്, രണ്ടാം ഘട്ടം 18 വീട് ഒരുമിച്ച് ചെയ്തു. അതിൽ വന്നിരിക്കുന്നത് ഇതേമാതിരി തന്നെ 600 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട്. 600 സ്ക്വയർ ഫീറ്റ്. ഇതുപോലെ തന്നെ 2 ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, ഹാള്, സിറ്റ് ഔട്ട് എല്ലാം ഉണ്ട്. 600 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഇതൊരു മലമ്പ്രദേശം, മല ഏരിയയാണ്. അപ്പം മല ഏരിയയിൽ ഈ പല തോടുകളുടെ സൈഡിൽ കൂടെയൊക്കെ അപകടകരമായ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട്, നിർധനരായ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ തിരഞ്ഞെടുത്തു. പിന്നെ ആ പ്രളയകാലത്ത് ദുരിതം അനുഭവിച്ച വീട്ടുകാരുണ്ട്, അവരെ നമ്മൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നവരെയാണ് നമ്മൾ കണ്ടെത്തി പുനരധിവസിപ്പിക്കുക എന്ന് പറയാം. നമ്മുടെ ഇടവകയിലെ അംഗങ്ങൾക്ക് കൂടുതൽ അങ്ങനെ ഈ ഉരുൾപൊട്ടലും ഇതൊക്കെ ഏറ്റിട്ടുണ്ടോ? നമ്മുടെ ചിനിക്കപ്പാറ ഇടവകയിൽ കുറവായിരുന്നു. അതേസമയം അച്ഛൻ്റെ തന്നെ ഇടവകയാണ് നമ്മുടെ തൊട്ട ഇടവകയാണ് വട്ടപ്പാറ ഇടവകയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴെ ഒരു പുഴ, പാലക്കത്തേക്ക് വരുന്ന ഒരു പുഴ, മേളില് ഒരു മല ഏരിയ. ഈ താഴത്തെ പുഴഭാഗം കുറേ ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു പോവുകയും മേളില് ഭൂമി നെടുകെ വീഴുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്. ആ വീടുകളോട് അവിടെ താമസിക്കരുത്, അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് സർക്കാരിന്റെ തന്നെ ഉത്തരവുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് സർക്കാർ കുറച്ച് കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ബാക്കി ഇടവകയും കൂടി ചെയ്തപ്പോൾ അവർക്ക് താഴത്തേക്ക് ഇറങ്ങി താമസിക്കാൻ സാധിച്ചു. അങ്ങനെ അവരെ അവിടുന്ന് ഒരു 10-12 വീടോളം അവിടുന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. സർക്കാർ ഉത്തരവ് തന്നെ ഉണ്ടായിരുന്നു അവിടെ താമസിക്കരുതെന്ന്. ഇപ്പോഴും അവിടെ അപകട നില തന്നെയാണ്. അവരുടെ ആദായങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും സുരക്ഷിതമല്ല. അവിടുത്തെ ക്യാമ്പൊക്കെ അപ്പോൾ പ്രളയ സമയത്തൊക്കെ എവിടെയായിരുന്നു ക്യാമ്പൊക്കെ? പ്രളയ സമയത്ത് നമ്മൾ പള്ളിയിൽ കുറച്ച്
വീട്ടുകാരുണ്ടായിരുന്നു. പിന്നെ കുണ്ടമ്പട്ടിയിലൊരു CSI പള്ളി ഉണ്ടായിരുന്നു, അതിൽ ക്യാമ്പുണ്ടായിരുന്നു. പാലക്കയം പള്ളിയുടെ പാരിഷ് ഹാളിൽ, പാലക്കയം സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പാരിഷ് ഹാളിൽ ക്യാമ്പുണ്ടായിരുന്നു. നമുക്ക് ഇത്ര ഇവിടെ വീടുകളൊക്കെ പണിത് കൊടുത്തു എന്നുള്ളത് പറഞ്ഞപ്പോ എത്ര വീടുകളുണ്ട് മൊത്തത്തില്? നമുക്ക് ഏകദേശം ഒരു 10-35ഓളം വീടുകൾ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അടക്കം നമുക്കുണ്ട്. അത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയും നല്ല ഈ ചീനിക്കപ്പാറ ഇപ്പം തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പെട്ടെന്നൊരു 4-5 വർഷം കൊണ്ടൊരു മാറ്റം ചീനിക്കപ്പാറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രളയം മേഖലയായിരുന്ന ഈ പ്രദേശത്ത് ഇത്രയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു നല്ല സുമനസ്സുകൾ സ്ഥലം സൗജന്യമായി കൊടുത്തിട്ട് വീടുകൾ നിർമ്മിക്കാനായി സാധിച്ചു. കുറച്ച് സ്ഥലങ്ങൾ പള്ളി മേടിച്ചിട്ട് അതിൽ ഭവനങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥലമുള്ളവർക്ക് അല്ലാതെ ബാക്കി ഫണ്ടുകൾ പള്ളിയിൽ നിന്ന് ചെയ്ത് അങ്ങനെ നമുക്കിവിടെ ഏകദേശം ഒരു 34-35ഓളം വീടുകൾ ഇപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും അച്ഛൻ്റെ ഒരു കഴിവും ദൈവാനുഗ്രഹവും അച്ഛൻ്റെ ദൈവത്തിലുള്ള അടിയുറച്ചൊരു വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് അതിൽ അച്ഛൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളും അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ എത്രത്തോളം നമുക്ക് അനുകൂലമാവാറുണ്ട്? എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്? നമുക്ക് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയായിട്ട് പ്രകൃതിയായിട്ടും മല്ലടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. 2018 പ്രളയം തൊട്ട് സാമ്പത്തികമായും കൃഷിഭൂമിയാണേലും മണ്ണൊലിപ്പ് വന്ന് ഉരുളുപൊട്ടിയൊക്കെ പോയ പ്രദേശങ്ങളുണ്ട്. ഉരുളുപൊട്ടി പോയിടത്ത് അവരുടെ കൃഷിനാശം സംഭവിച്ചു. കാറ്റത്ത് കവുങ്ങ് തെങ്ങ് എല്ലാം നശിച്ചു. കവുങ്ങുള്ളവരാണ് കവുങ്ങിൽ കൊടി കയറ്റിയിട്ടുണ്ടാവും. ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. ഒരു കവുങ്ങ് പോകുമ്പോൾ ആ കവുങ്ങിൻ്റെ ആദായം പോകുന്നുണ്ട്. അതുപോലെ അതിലുണ്ടായിരുന്ന കൊടി കുരുമുളകിൻ്റെ ആദായം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇക്കൊല്ലം ആണെങ്കിൽ തന്നെ തുടർച്ചയായ മഴ കവുങ്ങിന് നമ്മളിവിടെ മാകാളിക്കായിട്ട് നമ്മൾ കവുങ്ങിന് തുരിശൊക്കെ അടിക്കലുള്ളതാണ്, ബോഡമിശ്രിതം അടിക്കലുള്ളതാണ്. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞിട്ടില്ല. അതും സാമ്പത്തികമായിട്ട് ഇപ്രാവശ്യവും ചെറിയൊരു ബുദ്ധിമുട്ട് കർഷകർ നേരിടുന്നുണ്ട്. എങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇടവകയുടെ ഒരു കൂട്ടായ്മ അത് എന്ത് കേസിലാണെങ്കിലും നമുക്ക് സങ്കടങ്ങൾ മറന്ന് കൂട്ടായ്മയിൽ ജനങ്ങൾ വളരെ സജീവമായിട്ട് പങ്കുചേരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടെ ഓണാഘോഷ പരിപാടികളാണെങ്കിലും ഓരോ തിരുനാളുകളാണെങ്കിലും സജീവമായ പങ്കാളിത്തം അവരുടെ ഏത് നിമിഷം ഏത് പാതിരാത്രി ഒരു അച്ഛനാണെങ്കിൽ ഇന്ന പോലെ നമുക്കൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയ്യും മെയ്യും മറന്നുകൊണ്ട് സജീവമായി ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കൊച്ചു കുട്ടികളടക്കം പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ചീനിക്കപ്പാറ എന്ന് പറയുന്ന പ്രദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയത് ഒരു പക്ഷേ ടോണി അച്ഛൻ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഏകദേശം 35ഓളം അടുത്ത് വരുന്ന വീടുകൾ പണിത് കൊടുക്കുകയും അതുപോലെ തന്നെ ആയാലും ഇടവകയുടെ തിരുനാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ച് കൊണ്ടാടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ തിരുനാളുകളൊക്കെ വളരെ ആഘോഷപൂർവ്വം, ഭക്തിപൂർവ്വമാണെങ്കിൽ ഭക്തിപൂർവ്വം, ആഘോഷപൂർവ്വം ഒക്കെ ഇവിടുത്തെ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് പാലക്കയം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു മലയോര ഗ്രാമത്തിൽ ഉള്ളത്.